തിരുവനന്തപുരം ശാസ്തമംഗലത്തെ MLA ഓഫീസ് വിവാദത്തിൽ VK പ്രശാന്തിനെതിരെ കോൺഗ്രസ്. MLA ഹോസ്റ്റലിൽ സൗകര്യങ്ങളുള്ള മുറിയുണ്ടായിട്ടും എന്തിനാണ് വാടക കെട്ടിടം ഉപയോഗിക്കുന്നതെന്ന് KS ശബരിനാഥൻ ചോദിച്ചു. MLA ഹോസ്റ്റലിൽ മുറി എന്ത് ചെയ്യുന്നു എന്ന് പരിശോധിക്കേണ്ടതാണ് എന്നും കൌൺസിലർമാർക്കും ഓഫീസ് പ്രവർത്തിപ്പിക്കാൻ സ്ഥലം വേണമെന്നും K മുരളീധരൻ പ്രതികരിച്ചു. BJPയുടെ ഒഴിപ്പിക്കൽ നടപടിക്ക് കുടപിടിക്കുകയാണ് കോൺഗ്രസ് എന്നാണ് VK പ്രശാന്തിന്റെ മറുപടി. ഞാൻ ഒഴിയണമെന്ന് പറയുന്ന ആവശ്യം കൃത്യമായിട്ടുള്ള നിലപാടാണ്. ഇവിടെ 101 കൗൺസിലേഴ്സിനുള്ള സൗകര്യങ്ങൾ കോർപ്പറേഷൻ എടുക്കണം. പക്ഷെ എനിക്ക് പറയാനുള്ള അദ്ദേഹത്തിന് നല്ലൊരു ഓഫീസ് MLA ഹോസ്റ്റൽ അദ്ദേഹം തന്നെ പ്രതിനിധാനം ചെയ്യുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ കുന്നുകുഴിയിൽ 31-32 റൂമിൽ 2 റൂം അലോട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അങ്ങോട്ട് മാറി ഈ പ്രശ്നം പരിഹരിക്കുന്നുള്ളതാണ്. ശ്രീരേഖ മാഡമാണോ വേറെ ആണോ എന്നൊരു വിഷയമല്ല. കൗൺസിലേഴ്സിന് ഇരിക്കാൻ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള സ്ഥലം വേണം. ഞാൻ ശ്രീ VK പ്രശാന്ത് ആയിരുന്നെങ്കിൽ ഇതിന് പോകാതെ നേരത്തെ തന്നെ ആ 31-32 എന്നുള്ള MLA ഹോസ്റ്റലിലെ മുറി ഇരുന്നേനെ. അവർ പറയുന്നൊരു ഭാഗം MLA ഹോസ്റ്റലിൽ നിന്ന് ആൾക്കാർ കാണാൻ പറ്റുന്നത് അതൊക്കെ തട്ടിപ്പാണ്. MLA ഹോസ്റ്റൽ ശ്രീ ആന്റണി രാജുവിൻ്റെ ഓഫീസ് MLA ഹോസ്റ്റലിലാണല്ലോ, ശ്രീ K മുരളീധരൻ MLA ഹോസ്റ്റലിൽ പ്രവർത്തിച്ചാണല്ലോ. ഞാൻ MLA ആകുമ്പോൾ MLA ഹോസ്റ്റലിലും ആര്യനാടത്തെ ഓഫീസിലും വാടക കൊടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ MLA ഹോസ്റ്റലിൽ വരുന്ന ആളുകളെ ആരും തടയാൻ. ഞാൻ 8 വർഷം ഉപയോഗിച്ച MLA ക്വാർട്ടേഴ്സിൽ എൻ്റെ മുറിയാണ്. 24 മണിക്കൂർ എൻ്റെ ഓഫീസ് അവിടെ പ്രവർത്തിച്ചു. MLA ക്വാർട്ടേഴ്സിലെ മുറി MLAമാർക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് മറ്റൊരു ആവശ്യത്തിന് വേണ്ടി ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് സ്പീക്കറാണ് അതിൻ്റെ പരമാധികാരി. അത് ഒഴിയാതിരിക്കുകയോ ചെയ്യട്ടെ. കൗൺസിലർമാർക്ക് ഒരു കൊച്ചു മുറിയെങ്കിലും അവർക്ക് ഇരിക്കാൻ വേണ്ടേ, ഏത് കൗൺസിലറാണെങ്കിലും. പക്ഷെ ശബരിനാഥ് ഉൾപ്പെടെ ഞങ്ങൾക്കും ഉണ്ടല്ലോ 19 കൗൺസിലർമാർ. അവർക്ക് ഇരിക്കണ്ടേ? ജനം എപ്പോഴും അന്വേഷിക്കുക കൗൺസിലർമാരെയാണ്. MLAനെ കണ്ടില്ലെങ്കിലും ശ്രദ്ധിക്കില്ല, പക്ഷേ ഒരു കൗൺസിലറെ കണ്ടില്ലെങ്കിൽ ചോദിക്കും. ഞാൻ എന്തുകൊണ്ട് 31-32 റൂമുകൾ ഉപേക്ഷിച്ച് ശാസ്തമംഗലത്തെ ഓഫീസ് എടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ നാട്ടുകാർക്ക് എന്നെ കാണാൻ പറ്റുന്ന മണ്ഡലത്തിന്റെ ഒരു സെന്റർ എന്ന നിലയ്ക്കാണ് ഈ ശാസ്തമംഗലത്തിലെ ഓഫീസ് ഞങ്ങൾ സെലക്ട് ചെയ്തെടുത്തത്. പ്രതിപക്ഷത്തിരിക്കുന്ന MLAമാരെയും പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളെയും ഒഴിപ്പിക്കാൻ BJP ശ്രമിക്കുമ്പോൾ അതിന് കുടപിടിക്കുന്ന ആൾക്കാരായി നമ്മുടെ പ്രദേശത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ മാറുന്നു എന്നുള്ളതല്ലേ കാണാൻ വേണ്ടി കഴിയുക. ശ്രീ ശബരി BJPയുടെ ഈ ഒഴിപ്പിക്കൽ പരിപാടിക്ക്, ബുൾഡോസർ പരിപാടിക്ക്, ബുൾഡോസർ രാജിന് കൂട്ടുനിൽക്കുന്ന ഒരാളായിട്ട് ശബരിനാഥനെ നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല ഇങ്ങനെ ഒരു വാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ. എന്നാൽ R ശ്രീലേഖയുടെ നടപടിയിൽ BJP സംസ്ഥാന നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. ഓഫീസ് വിവാദത്തിൽ ഇടപെടേണ്ട എന്നാണ് നേതാക്കളുടെ തീരുമാനം. ഹരി മോഹൻ വിവരങ്ങളുമായി. ഹരി, വ്യത്യസ്തമായ പ്രതികരണങ്ങളാണല്ലോ വരുന്നത്. ഇപ്പോൾ MLA ഓഫീസ്, ആ ഓഫീസ് വെറുതെ കിടക്കുന്നു, മറ്റൊരു വാടക മുറിയിൽ ഉപയോഗിക്കുമ്പോൾ അത് കൗൺസിലർമാർക്ക് വേണ്ടതാണ് എന്ന വാദം ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയരുകയാണ്. പക്ഷേ BJPയിൽ ഇക്കാര്യത്തിൽ ശ്രീലേഖയ്ക്ക് പിന്തുണയില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ശ്രീലേഖ ആരുടെ കാൻഡിഡേറ്റ് ആയിരുന്നു എന്ന് വ്യക്തമാണല്ലോ. അപ്പോൾ മേയർ സ്ഥാനത്തിനൊക്കെ ശേഷം, മേയർ തീരുമാനത്തിനൊക്കെ ശേഷം ഇപ്പോൾ സംസ്ഥാന നേതൃത്വം ശ്രീലേഖയോട് എടുക്കുന്ന നിലപാടെന്താണ്? സ്മൃതി, ഇന്നലെ മുതൽക്ക് ഈ സംഭവം ഉണ്ടായ ശേഷം ആരൊക്കെ പ്രതികരിച്ചു? BJPയിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാണ്. അതായത് പ്രധാനപ്പെട്ട നേതാക്കൾ ആരും തന്നെ പ്രതികരിച്ചിരുന്നില്ല. മേയർ VV രാജേഷ് ആവട്ടെ ഇതിന് വന്നിട്ട് ഇവർ തമ്മിലുള്ള ഒരു സൗഹൃദ സംഭാഷണത്തിന്റെ ഭാഗമായി മാത്രമുണ്ടായ കാര്യങ്ങൾ എന്നുള്ള നിലയിൽ കണ്ടാൽ മതി എന്ന് പറഞ്ഞ ആ പ്രശ്നം ഒതുക്കി തീർക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനാണ് പിന്നീട് പ്രതികരിച്ച ഒരാൾ. അദ്ദേഹവും ഒരു മയപ്പെടുത്തിയുള്ള നിലപാടാണ് ഇന്നലെ സ്വീകരിച്ചത്. അതിനുശേഷം BJP നേതാക്കൾ ആരും തന്നെ പ്രതികരിച്ചിട്ടേയില്ല. പക്ഷേ ഇപ്പോൾ ഈ വിഷയത്തിൽ കക്ഷി ചേരാൻ വേണ്ടി കോൺഗ്രസ് തീരുമാനിച്ച ാണ് ഇതിന്റെ രാഷ്ട്രീയ മാനങ്ങൾ മാറി മറിയുന്നത്. അതായത് VK പ്രശാന്തിനോട് MLA ഓഫീസ് ഒഴിയണമെന്ന് ശ്രീലേഖ ആവശ്യപ്പെട്ടതിനോട് അനുകൂല നിലപാട് പ്രകടിപ്പിക്കുകയാണ് കോൺഗ്രസ് എന്നുള്ളത് ഇന്ന് രാവിലെ മുതൽക്ക് വ്യക്തമാണ്. ആദ്യ പ്രതികരണം ഇപ്പോൾ കൗൺസിലറായിട്ടുള്ള K ശബരിനാഥിൽ നിന്നാണ് വന്നത്. മുൻ MLA കൂടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ആ MLA ഹോസ്റ്റലിലെ മുറി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ എടുത്തു പറയുന്നത്, അതായത് ശബരിനാഥും തൊട്ടു പിന്നാലെ വന്ന K മുരളീധരനും ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ പ്രശാന്തിനെതിരായിട്ടുള്ള ഒരു ഒളിയമ്പായിട്ട് കൂടി അതിനെ കാണേണ്ടത് നിള ബ്ലോക്ക്, അതായത് തിരുവനന്തപുരത്ത് MLA ഹോസ്റ്റലിലെ നിള ബ്ലോക്കിലുള്ള 31-32 മുറികൾ VK പ്രശാന്തിന് വേണ്ടി അലോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ അവിടെ ആരാണ് താമസിക്കുന്നത് എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഇരു നേതാക്കളും ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. അതായത് VK പ്രശാന്തിന്റെ വീട് തിരുവനന്തപുരത്താണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹം വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അദ്ദേഹം ഓഫീസായിട്ടും ഈ MLA ഹോസ്റ്റലിലെ മുറികൾ ഉപയോഗിക്കുന്നില്ല. അത് ഉപയോഗിക്കുന്നതാവട്ടെ ഈ ശാസ്തമംഗലത്തുള്ള ആ MLA ഹോസ്റ്റൽ, നമ്മൾ ഇന്നലെയൊക്കെ ദൃശ്യങ്ങളിൽ കണ്ട ആ MLA ഓഫീസായിട്ടാണ് അത്
ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ശാസ്തമംഗലത്തെ ഓഫീസ് അല്ലെങ്കിൽ ആ കെട്ടിടം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ VK പ്രശാന്ത് എന്തുകൊണ്ടാണ് അത്രയും സൗകര്യമുള്ള MLA ഹോസ്റ്റലിലെ 2 മുറികൾ ഒഴിവാക്കിക്കൊണ്ട് ശാസ്തമംഗലത്തെ ഒരു കെട്ടിടത്തിൽ വന്ന് MLA ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നത് എന്നുള്ള ചോദ്യം അവർ ഉയർത്തുന്നു. മാത്രമല്ല ഇതിൽ ശബരിനാഥ് എടുത്തു പറയുന്ന ഒരു കാര്യം, വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ MLA ആണ് VK പ്രശാന്ത്. അതേ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ ഒരു കെട്ടിടമാണ് MLA ഹോസ്റ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കമ്പ്യൂട്ടർ സൗകര്യം, പാർക്കിംഗ് സൗകര്യം ഒക്കെ ഉണ്ട്. സാധാരണ ജനങ്ങളൊക്കെ തന്നെ അവിടെ വരാറുണ്ട്. മാത്രമല്ല K മുരളീധരൻ 8 വർഷത്തോളം MLA ആയിരിക്കുന്ന കാലത്തൊക്കെ തന്നെ MLA ഹോസ്റ്റലിലെ മുറികളാണ് ജനങ്ങളെ കാണാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം ആന്റണി രാജുവും MLA ആയപ്പോൾ അതേ നില തന്നെയാണ് സ്വീകരിച്ചു പോകുന്നത്. പിന്നെ എന്തുകൊണ്ട് VK പ്രശാന്തിന് കഴിയുന്നില്ല? അപ്പോൾ ആരാണ് ആ മുറി ഉപയോഗിക്കുന്നത് അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ കൂടി ഉയർത്തിക്കൊണ്ടാണ് ശ്രീലേഖയ്ക്കുള്ള ഒരു പിന്തുണ ഒരു പരോക്ഷമായി പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് രംഗത്ത് വരുന്നതെന്നുള്ളതാണ്.